ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ ഓഫീസിൽ പോകാനും വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പിന്നെ അച്ഛനും ഏട്ടനൊക്കെ വർക്കിന് പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഫുഡൊക്കെ ഉണ്ടാക്കണം നേരത്തെ. പക്ഷെ അതിന്ന് അമ്മ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ജലദോഷമുണ്ട് ചെറുതായിട്ട്. അപ്പോൾ ഞാൻ നേരത്തെ എണീറ്റില്ല. എന്തായാലും അപ്പോൾ അടുക്കളത്തെ കാര്യങ്ങളൊക്കെ അമ്മ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റപാട് കുറച്ച് തുണികളുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടോ. അത് മെഷീനിലിട്ടതിന് ശേഷം പിന്നെ ഞാൻ ഉണ്ണീനെ കുളിപ്പിച്ച് കൊടുക്കാനും കാര്യങ്ങളും അവളെ ഫുഡ് കൊടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അവൾ ഉറങ്ങി. അതിന് ശേഷം ഞാൻ പിന്നെ ഈ തുണികളൊക്കെ ഒന്ന് വെയിലത്ത് കൊണ്ടിടാൻ പോവുകയാണ് കേട്ടോ, മെഷീനിലിട്ടത്. പിന്നെ കുറച്ച് നല്ല അഴുക്കായ തുണികൾ, പിന്നെ മോളുടെ നല്ല ഡ്രസ്സുകളൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ഞാൻ കല്ലിലാണ് കേട്ടോ വാഷ് ചെയ്യാറ്. അപ്പോൾ അത് കല്ലിൽ ഒന്ന് കഴുകാൻ വേണ്ടി പോയി. അങ്ങനെ അത് കല്ലിൽ ഞാൻ തിരുമ്പുന്ന സമയം കൊണ്ട് അമ്മ അവിടെ വിറകുണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഈ മരത്തിൻ്റെയൊക്കെ കൊമ്പൊക്കെ വീണതിൻ്റെയൊക്കെ എടുത്ത് തോല് വെട്ടിയതിൻ്റെയൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അതൊക്കെ എടുത്ത് കൊടുന്നിട്ട് ഇങ്ങനെ വെട്ടിയിട്ട് അടുക്കളയ്ക്ക് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അമ്മ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ ജോലിക്ക് പോകുമ്പോൾ അമ്മയ്ക്ക് മോളെ നോക്കണ്ടേ. അപ്പോൾ പിന്നെ സൺഡേസിലാണ് അമ്മ കൂടുതലും ഇപ്പം ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്യാറ് കേട്ടോ. പിന്നെ മറ്റത് ഫുൾ അമ്മയ്ക്ക് ഉണ്ണിയെ ഇങ്ങനെ നോക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ഞാൻ പിന്നെ കല്ലിലത്തെ കഴുകിയ തുണികളൊക്കെ ഇങ്ങനെ അയലുമ്മ കൊണ്ടിട്ടു. പിന്നെ അപ്പോഴത്തേക്ക് രാവിലെ ഇട്ട തുണികളൊക്കെ ഒരുവിധം ആയതൊക്കെ ഞാൻ എടുത്ത് മാറ്റിയിട്ടിട്ട് പിന്നെ ഇതിട്ടത് കേട്ടോ. നല്ല വെയിലല്ലേ ഇപ്പോൾ. പിന്നെ കിച്ചണിൽ വന്ന് നോക്കിയപ്പോൾ കുറച്ച് പാത്രങ്ങൾ കഴുകാണ്ടായിരുന്നു കേട്ടോ. രാവിലെ ഇവരൊക്കെ അച്ഛനും ഏട്ടനൊക്കെ ഫുഡ് കൊണ്ടുപോകും. അപ്പോൾ എന്തായാലും അമ്മ പിന്നെ അതിനൊന്നും നിന്നിട്ടില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകാണ്ടായിരുന്നു, കുറച്ച് പാത്രങ്ങൾ, ചായ കുടിച്ചതും പിന്നെ ഫുഡ് ഉണ്ടാക്കിയതിൻ്റെയൊക്കെ. അത് കഴുകി വെച്ചിട്ട് ഞാൻ പിന്നെ കൊട്ടത്തളം കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കുകയാണ് കേട്ടോ. ഈ ടൈലായ കാരണം ഇങ്ങനെ ഒരു പൊടിയിട്ട് കഴുകണ കാരണം നമുക്കിങ്ങനെ ഒരു ഇങ്ങനെ വഴുക്കണ പോലെ തോന്നും. അപ്പോൾ അത് കഴുകി വൃത്തിയാക്കുകയാണ് കേട്ടോ. അതിനുശേഷം പിന്നെ അമ്മ കയറി വന്നു. അവിടെ നല്ല വെയിലാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ചായ കുടിക്കുക, അപ്പോൾ ഞാൻ ചുക്ക് കാപ്പി ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ആളവിടെ ചുക്ക് കാപ്പിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഇഞ്ചിയും കുരുമുളകും ഇട്ടിട്ട് ജലദോഷത്തിനൊരു സുഖമല്ലേ. അപ്പം ഇനി ഞാൻ അത് കുടിക്കാൻ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചുക്ക് കാപ്പിയും പിന്നെ രാവിലത്തെ ഒരു ദോശ എടുത്ത് കഴിച്ച്. അപ്പോഴത്തേക്ക് പിന്നെ മോൾ എണീറ്റു കേട്ടോ. ഇന്ന് ഇത്രയേ ഉള്ളൂ.